ഹായ്. മലയാളത്തിൽ നിന്ന് ഒരുപാട് സിനിമകൾ റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാർച്ച് 19 മുതൽ. അതിൽ പ്രധാനപ്പെട്ട സിനിമകൾ ആട് 3, ദൃശ്യം 3, പാട്രിയോട്ട്, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ഈ സിനിമകളുടെ എല്ലാം റിലീസ് മാറ്റിവെക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ റിലീസിംഗ് മാറ്റില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് റിലീസിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് റിലീസിംഗ് മാറ്റിവെക്കാൻ പോകുന്നത്. ആട് 3യുടെ പ്രൊഡ്യൂസറായിട്ടുള്ള വിജയ് ബാബു പറയുന്ന കാര്യം ഇതാണ്: 19 തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല, മാറ്റിവെച്ചേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് വിജയ് ബാബു സംസാരിക്കുന്നത്. ഇതുവരെയും സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിട്ടില്ല, ഇനി മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വലിയ കളക്ഷനാണ് മലയാള സിനിമകൾക്ക് വരുന്നത്. പ്രത്യേകിച്ച് വലിയ മലയാള സിനിമകൾക്ക്, വലിയ പ്രതീക്ഷയുള്ള മലയാള സിനിമകൾക്ക് അവിടുത്തെ കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതായി കഴിഞ്ഞാൽ അത് മലയാള സിനിമയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ദൃശ്യം 3 റിലീസ് ചെയ്യാൻ ഇനിയും 20 ദിവസങ്ങൾ ബാക്കിയുണ്ട്. പ്രശ്നങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ദൃശ്യം 3 മാറ്റിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിദേശ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുള്ള സിനിമയാണ് ഈ പറയുന്ന ദൃശ്യം 3. ദൃശ്യം 3 വിദേശ മാർക്കറ്റിലേക്ക് വലിയ തുക കൊടുത്താണ് അവിടുത്തെ വിതരണക്കാർ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കളക്ഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ അത് അവരെ വളരെയേറെ ബാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കോടികളുടെ നഷ്ടം അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ദൃശ്യം 3 മാറ്റിവെക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ദൃശ്യം 3 മാറ്റിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും പാട്രിയറ്റ് എന്ന സിനിമയും മാറ്റിവെക്കും. ഈ രണ്ട് സിനിമയിലും മോഹൻലാൽ എന്ന നടനുണ്ട്. ദൃശ്യം 3 കഴിഞ്ഞ് ഒരു 3 ആഴ്ച ഗ്യാപ്പിലാണ് പാട്രിയറ്റ് എന്ന സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരിക്കലും അടുത്തടുത്ത ഡേറ്റിൽ സിനിമകൾ വരില്ല. ദൃശ്യം 3 മാറ്റിവെക്കുകയാണ്. പാട്രിയോട്ടിന് മുമ്പ് ഗൾഫിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 23 പാട്രിയറ്റ് റിലീസ് ചെയ്യേണ്ട സമയത്ത് ദൃശ്യം റിലീസ് ചെയ്യും. അതിനുശേഷമായിരിക്കും പാട്രിയറ്റ് എന്ന സിനിമ റിലീസ് ചെയ്യുക. എന്തായാലും മലയാള സിനിമകളുടെ റിലീസിംഗ് മാറ്റിവെക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.